യോ ചാറ്റ് എടാ ഞാൻ ബീറ്റ എടുത്തിട്ടുണ്ട്. മനസ്സിലായാലേ കാര്യം പറയാം. ഞാൻ ബീറ്റ എടുക്കൂലെന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാര്യം അതെനിക്കറിയാം. ഞാൻ ലൊട്ടതരം കാണിച്ചതല്ല. സകല പേരും ബീറ്റ എടുത്തടാ. മനസ്സിലായില്ലേ? സകല പേരും ബീറ്റ് എടുത്ത്. ഞാൻ മാത്രം ബീറ്റ് എടുക്കാമായിരുന്നു. എനിക്ക് കളിച്ചാൽ പിന്നെ ലൊട്ടയായിരിക്കും. വെച്ച് ട്രേഡിനൊക്കെ പോണ സമയമായതുകൊണ്ട് ട്രേഡിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അത് വമ്പായി. അത് നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണാം. എന്നാലും ഞാൻ പറയൂല. അത് അവസാനമേ പറയൂ. കാരണം വെച്ചാൽ അത് കുറച്ച് പറയാനുണ്ട്. അത് ഞാൻ അത് പറയാം. ഇനി എനിക്ക് ട്രേഡിന് പോകേണ്ട ആവശ്യമില്ല ഒരു കുറേ നാളത്തേക്ക്. എന്തായാലും ഇതെടുക്കുക. ഇത് തൽക്കാലം ബീറ്റ റിയാക്ട് ചെയ്യുക. ഫുള്ള് മാപ്പ്, ഉടുപ്പ്, കാറ്, ലൊട്ട, കുണ്ട എല്ലാം നമുക്ക് റിയാക്ട് ചെയ്യാം. നോക്കാമേ. കയറി എടുത്ത് കാട്ടി. ഇതെൻ്റെ ഫോണിൽ ഇതിന് താങ്ങാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഇതിന് ഒടുക്കത്തെ ഗ്ലിച്ച് പോയാന്തോ അത് നോക്കാം കേട്ടാ. എടാ ബീറ്റ നമ്മൾ ഒഫീഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. എടാ നിങ്ങൾ മുകളിൽ പൈസ കാണണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനെപ്പറ്റി ഞാൻ അവസാനമേ പറയും. ഞാൻ നേരത്തെ പറഞ്ഞാണ് രണ്ടാമത്തെ കാര്യമാണ്. എടുത്ത് അപ്ഡേറ്റ് അല്ലേ? അപ്ഡേറ്റ് ആയില്ലേ? എടാ ഈ ബീറ്റ അപ്ഡേറ്റ് എത്ര സൈസ് എന്നാ? ഞാൻ വെച്ചിട്ട് 10, 300 MB 400 MB അടിക്കുന്നു. 1.88 GB. 1.88 GB. ഓ മച്ച മുടിയല്ലേ എന്നാലേ. ഞാൻ എന്തായാലും നോക്കാം. എന്തായാലും സി പി തന്നെ. ഗ്രാഫിക്സിലോട്ട് നമ്മൾ എവിടെ തുടങ്ങും? എടാ എനിക്ക് ആദ്യം ഉടുപ്പ് നോക്കണം. നല്ല വല്ല ഉടുപ്പ് വന്നാൽ നോക്കാം. ക്യാരക്ടർ സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ഇതെന്തിങ്ങനെ? എടാ അയ്യോ എടാ മയിരടാ. എനിക്ക് ഗ്രാഫിക്സ് നോക്കിക്കോട്ടെ. അയ്യോ എന്തൊരാ അത് പിന്നെ അങ്ങനെ. എടാ നിങ്ങൾ കണ്ടടാ ഈ പാൻറ് ഇത്തിരി കൂടെ ലൈറ്റ് കളറായതുപോലെ. പിന്നെ എന്തൊരു എന്തോ ഒരു മയിരടാ. അയ്യേ പാൻറ് പഴയ ഒരു ഭംഗിയില്ലടാ. ഉടുപ്പൊക്കെ കാണാൻ പറ്റി. CPM 1 പോലെ എനിക്ക് ഫീൽ ചെയ്യണ്. എടാ നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്കിത്ര എനിക്ക് മുഖം പർച്ചേസ്ഡായിട്ടുള്ള എല്ലാമാണ്. എടാ മുടി പുതിയതായിട്ട് ഏതാ വന്നിട്ടുണ്ടോ? നോക്കിക്കോട്ടെ. മുടി ഇത് ഒത്തിരി ഇതല്ല ഇതും അല്ല. ഇതെല്ലാം പഴയതല്ലേ മയിര്. ഇപ്പോൾ പുതിയതൊന്നും വന്നില്ലേ? ഇതൊക്കെ എടാ എനിക്ക് ഫീൽ അടിക്കണം കേട്ടോ. ഞാൻ ഉള്ളത് പറയാമല്ല. ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല. അയ്യേ എടാ എനിക്ക് പുണ്ണയെല്ലാം നിൽക്കണം. ഡിസ്ഗ്രാസ് അയ്യെന്ത് കണ്ടിന്യൂ വിത്തൗട്ട് ബയ്യിങ് അല്ലേ? എടാ ഇതാണ് ബൈ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ മയിര് 1000 കോയിൻ പോയാൽ വലിച്ചേ ചാറ്റി. നമ്മൾ ശേഖരിച്ച് വെച്ചാൽ എല്ലാം തൊട്ടാവുമെന്തോ. 1000 കോയിൻ പോയില്ല. എടാ അവന് തൊപ്പി വെച്ചോടാ. അതിൻ്റെ അയ്യേ മയിരെന്ന് വെച്ചാൽ കാര്യം പറയാലോ. അയ്യയ്യേ എനിക്ക് എൻ്റെ തൊപ്പി ആദ്യം വെച്ചോട്ടെ. എടാ ഫീൽ എടാ ഇത് എടാ ഇവന്മാർ നശിപ്പിച്ചാടാ CPM. എടാ കണ്ട കൂതിയോളികളെ വാക്ക് കേട്ട് നിങ്ങൾ നശിപ്പിച്ചാടാ. നിങ്ങൾ ചാറ്റേന്ന് നിങ്ങളല്ലേ മറ്റേ ഗെയിം ഓണേഴ്സേ. എടാ ഇത് കുഴപ്പമായിട്ട് തോന്നല്ലോ. ഇത് പുതുതായിട്ട് വന്നല്ലേ? പുതുതായിട്ട് വന്നാൽ കൊള്ളാം. ഞാൻ അതൊന്നും അല്ല. എനിക്ക് ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതല്ല എനിക്ക് മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ എടാ കോട്ട് വന്നല്ലേ പുതുതായിട്ട്. അല്ല ഇത് പഴയ കോട്ട് തന്നെ കണ്ട ഇങ്ങനെ ആക്കിയടാവന്മാർ ഇതിനാ. അടാശേ ഇത് വേറെ. ഇത് കൊള്ളാം. ഇത് ഓക്കെ. ഇത് കൊള്ളാം. വെടിച്ചില്ല സാധനം. ഇതും കൊള്ളാം. നല്ല തന്നെ. ഇതെന്തോന്ന് കൊള്ളാം അല്ലേ? കൊള്ളാം. നിൽക്കേ എനിക്ക് ഇതല്ലടാ മുത്തേ. ഇതല്ല. നിൽക്കേ എടാ ഒരു ഗെയിമിനെ മാതിരി നശിപ്പിക്കാനാടാ. ഇതാ കൊള്ളാം കേട്ടാ. ഇതും കൊള്ളാം. ഇതെല്ലാം കൊള്ളാം. എൻ്റെ മെയിൻ പണ്ട് ഉടുപ്പും അയ്യേ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം അടിച്ചു കേട്ടാ. കാര്യം പറയാൻ ഉള്ളങ്ങ് പറയണേ. ഇവന്മാർ ഇനിയിപ്പോൾ എന്നെ ബാൻ അടിച്ചാലും കുഴപ്പമില്ല. സത്യം പറയാലേ ഇത് ബീറ്റേ അല്ലേ? എന്നാലും എടാ മെയിൻ വന്നിട്ട് കളിച്ചാൽ മതി ചേട്ടാ. എന്നെ കൊണ്ടൊന്നും പറ്റൂല. അയ്യേ എടാ മെയിൻ അപ്ഡേറ്റിൽ ഇതേ ലൊട്ടയാണെങ്കിൽ എടാ ബീറ്റ ഇങ്ങനെയാണ്. എല്ലാ ഗെയിമിൻ്റെ ബീറ്റ ഇങ്ങനെയാണ്. എടാ എൻ്റെ മറ്റേ കോട്ട എവിടെ മുത്തേ? എൻ്റെ തൊപ്പി എവിടെ? തൊപ്പി പുതിയ 2-3 തൊപ്പിയും ചരിവൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. കിങ് റാങ്കിൻ്റെ അബേൽ ഫോൾ കിങ് റാങ്ക്. എടാ നമുക്ക് ആ സമയത്ത് എടുത്തോളാം. ഇത് ന്യൂ. എടാ പുതിയ കിങ് റാങ്ക്. എടാ ഇത് പഴയത് തന്നെ അല്ലേ? ഇതിനെന്തിന് ന്യൂ എന്ന് പറയണം മൈലുകൾ? എടാ ഞാൻ CPM 1 അറിയാൻ ഡൗൺലോഡ് ചെയ്താ. CPM 1 ഞാൻ അറിയാൻ ഡൗൺലോഡ് ചെയ്താ. നിങ്ങൾ പറഞ്ഞാണ് എൻ്റെ അടുത്ത് ചാറ്റേ. ഞാൻ CPM 2 തന്നെ കളിക്കണ.
CPM 1 ആണോ ഇതിനി? എനിക്ക് തെറ്റ് പറ്റിയ എടാ ഇത് എനിക്ക് എന്നെ ഇതെന്ത് ഞാൻ വല്ല ഗെയിം മാറേണ്ടാവുള്ളൂ. ഇതല്ല CPM 2 തന്നെ ഞാൻ കയറിയപ്പം എനിക്ക് ആ തൊപ്പി ഞാൻ ഒന്ന് വെച്ചോട്ടെ. 1 മിനിറ്റ്. അനിമേഷൻ അല്ല ഇതങ്ങനെ പലരും നോക്കാനില്ല. ഇതൊന്നും അല്ലല്ലോ നമ്മൾ നോക്കണം. പാൻറ് ഞാൻ നോക്കിയോട്ട് ഗെയിമുണ്ടല്ല ഈ ചെരുപ്പ്. എനിക്ക് ഇതൊക്കെ മറ്റേ ചില ഉടുപ്പിൻ്റെ ചില ചെരുപ്പൊക്കെ വന്ന് വിശദമായിട്ട് നോക്കണമെങ്കിൽ ഞാൻ ഗെയിം ഒന്ന് ഇറങ്ങി നോക്കിയോട്ടെ. വേറെ എന്തിനേക്കാളും മുന്നേ ട്രോപ്പിക്ക് ഞാൻ കണ്ട്. ട്രോപ്പിക്കിന് മുന്നേ ഞാൻ സാധാ സിറ്റി ഇറങ്ങിക്കോട്ടെ. ഇല്ല എനിക്ക് ഇതായിപ്പോയി ലൊട്ട. എടാ നല്ലൊരു ഗെയിമാണ് മൊബൈലിലുള്ള. ഇതിനെയും കാർട്ടൂൺ ഗെയിമാക്കി മാറ്റിയ എടാ ഇതെന്ത് തൊലി മുത്തേ, ഇതെന്ത് തൊലി എടാ. അപ്ഡേറ്റ് എടാ ഇത് കണ്ടാ? എടാ ഇതെന്ത് അണ്ടിയടാ. മയിലുകൾ ചെയ്ത് വെച്ചേക്കണ ഗെയിമിനാ. യോ എൻ്റെ പൊന്നെ, നാശം പിടിക്കാനായിട്ട് നായ്ക്കൾ എന്താക്കി വെച്ചേക്കണ ഇതിനാ. എടാ എനിക്ക് പ്രതീക്ഷ ഉണ്ടടാ മുത്തേ. ഇതെന്നെ എടാ ഉള്ള നമ്മളൊക്കെ എത്ര ഒരു ഇത് നോക്കട്ടെ ഒരു നിമിഷം. ഇൻറ്റീരിയർ ഓക്കെ. എടാ ഇത് നിങ്ങളാരും പറയണ്ട കേട്ടോ, എനിക്ക് വിശ്വാസം ഉണ്ടോ. ഇത് ബീറ്റ അല്ലേടാ. മെയിൻ അപ്ഡേറ്റ് വരുമ്പോൾ പഴയ പോലെ ആ ഒരു ഗ്രാഫിക്സ് മര്യാദയ്ക്ക് നിൽക്കും. ക്യാരക്ടർ ഞാൻ ചുമ്മാ ബീറ്റ അല്ലേടാ. അത് തന്നെ ബീറ്റയാണെന്ന് മനസ്സിൽ പറഞ്ഞ് ആശ്വസിക്കാം. ഞാൻ ബീറ്റ കളിക്കൂലേ കേട്ടാ. എന്തൊക്കെ വേണേലും സംഭവിക്കട്ടെ, മെയിൻ അപ്ഡേറ്റ് വരട്ടെ എന്നിട്ട് ഞാൻ കളിക്കുള്ളൂ. എനിക്ക് ബീറ്റ സൂപ്പർ ബീറ്റ ഉള്ള ഗ്രാഫിക്സിനെ കുറച്ച്, അതാണ് ബീറ്റ. അയ്യോ അയ്യടാ, എനിക്ക് തോന്നിച്ചാലേ ഇവന്മാരെന്ത് ചെയ്തതെന്ന് വെച്ചാലേ ഇവന്മാർ ഈ ലോ എൻഡ് ഡിവൈസിലൂടെ കളിക്കാൻ വേണ്ടിയിട്ട് CPM 1 പോലെ ആക്കി വെച്ചായിരിക്കും ഒരിക്കലും. അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. ഇതെന്നാലും സ്മൂത്ത്നെസ് ഇപ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ് ഉണ്ട്. അത് ഗ്രാഫിക്സ് കുറഞ്ഞപ്പോൾ വന്ന സ്മൂത്ത്നെസ് ആണേ. ഞാൻ ബഗ് അടിച്ച് ഗ്ലിച്ച് അടിച്ച് മറ്റേ തൊലിഞ്ഞ ഗ്ലിച്ച് സഹിച്ച് കളിച്ചോളാം. ദൈവത്തെ ഓർത്ത് ആ പഴയ CPM 2 എനിക്ക് താടാ മുത്തേ. കാര്യം പറയൽ എന്തോന്ന് തൊലി എന്തൊരു സാധനം അതെന്തോന്ന് ഇതുവരെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ അൾട്ര എന്നിട്ടോട്ടെ. എനിക്ക് തോന്നുന്നു അൾട്ര ഇട്ടാൽ പഴയ CPM 2 ഗ്രാഫിക്സ് വരുമെന്നാണ് എനിക്ക് തോന്നണം. ഇപ്പം ഞാൻ അൾട്ര വന്നിട്ടോട്ടെ. എൻ്റെ മനസ്സ് തന്നെ നോട്ട് എന്നാലും ഈയിടെ കാര്യം പറയാല. ഞാൻ ഇനി ബീറ്റൊന്നും കളിക്കാം. എന്നെ ഉള്ള ഒരിതും അല്ലല്ലോ വീണിട്ട് എനിക്ക് അനക്കാൻ പറ്റൂല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും വലിയ മാറ്റില്ല കേട്ടോ. ആ ഒരു തൊലിഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം എന്തൊരു സാധനം 24 ഫോർമാറ്റ് ഒരു 9-10 ഇടാം. അപ്പം ഇത് കൂടെ വെളിച്ചമെങ്കിലും വരും. ഇത് വണ്ടിയുടെ മാറ്റിയിട്ടെ. ഗ്രാഫിക്സിൻ്റെ കാര്യം ഞാൻ പറയട്ടെ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ ഉള്ള ക്യാരക്ടർ സെക്ഷനിൽ പോയപ്പോൾ അത് കണ്ടല്ല. അതെങ്ങനെ ഉണ്ട് മുമ്പ് ഞാൻ എൻ്റെ ലൈവിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ മുമ്പത്തെ ഗെയിമുകൾ എത്രയോ പേര് കളിക്കാനായിട്ട് അറിയാം. ഈ ഗ്രാഫിക്സും അത് രണ്ടിൽ ഏതാണ് ബെറ്റർ? ഇതെന്തേരം കുറച്ചുമാതിരി ഒരുമാതിരി എന്തിന് പറയണപ്പം ഒരു ഇതാക്കിയടവന്മാർ ഇതിനെ എന്തര അയ്യേടാ. എനിക്ക് അത്രയ്ക്ക് ഒരു ലൊട്ട ഫീൽ ഒറ്റ അടിക്കാൻ കടിച്ചടാ. ഈ പാൻറ്റിൻ്റെ ഒരു ഉടുപ്പിൻ്റെ ഒരു മൊത്തത്തിൽ നിൽക്കുക. ഇനി അടുത്ത് ഇവിടെ വേറെന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കേട്ടല്ല. ഞാൻ എന്തോരം എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടോ. മെയിൻ അപ്ഡേറ്റ് അല്ലല്ല, മെയിൻ ബീറ്റ. അവന്മാർ എഴുതിയിട്ടുണ്ട് BETA ബീറ്റ. അതല്ലേ ബീറ്റയാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട് മുത്തേ, എനിക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് പ്രതീക്ഷയുണ്ടാ. എന്തൊരു കസ്റ്റം ക്ലൗഡ്നെസ്സാ എന്തൊരു ഇതെന്തിനാ പറയണമെന്ന് കേട്ടല്ലോ. കസ്റ്റം ക്ലൗഡ്നെസ്സാ നല്ലതാണെന്ന് തോന്നണം കേട്ടാ. എന്തൊരു സംഭവിച്ചത്? അത് എന്തൊരു ആകാശമില്ലേ, ആകാശത്തെന്തൊരു സംഭവിച്ച്? ആകാശത്ത് മേഘം കൂടി മഴ പെയ്യോ എന്തോ. മഴ വന്നാൽ സൂപ്പർ ആയിരിക്കും. കണ്ടാടാ നിങ്ങൾ, സൂപ്പർ അല്ലേ? ഇത് സൂപ്പർ സാധനം കേട്ടോ. ഇത് ഞാൻ വരുമെന്ന് കേട്ടായിരുന്നു. ഇത് സന്തോഷം. CPM ഭയങ്കര സന്തോഷം.
എടാ ഞാൻ ബാക്കിയുള്ളവരെ ഗെയിം പ്ലേ പോയി കണ്ടപ്പം എല്ലാം സാധാരണ വരുന്നില്ല, എനിക്ക് മാത്രം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വന്നതാണ്. എടാ മുത്തേ ഞാൻ കാര്യം പറയാം, ഉള്ളത് പറയാമല്ല. ഈ ബാക്കി ഈ മേഘത്തിൻ്റെ സാധനം ടോപ്പ് W. മഴ പെയ്യൂല്ല വെച്ചാൽ എനിക്ക് അറിയണം, പക്ഷേ സൂപ്പർ സാധനം. എനിക്ക് ഒറ്റ കാര്യം തിരിച്ചു മതി, ആ പഴയ ഗ്രാഫിക്സ്. ഇത് പഴയ ഗ്രാഫിക്സ് അല്ല, ആ മുമ്പ് ഇതിന് മുന്നേ ഒരു ബീറ്റയ്ക്ക് മുന്നേ ഒരു ഗ്രാഫിക്സ് ഉണ്ട്. ഞാൻ ബീറ്റ് ഇറങ്ങി കാണിച്ചു തരാം, ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസം. എനിക്ക് ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാധനം. ഇതെന്തൊരു എടാ മഴ പെയ്യോടാ, റെയിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നേ അല്ലേ, എനിക്ക് സൂപ്പറായിരുന്നേ. എടാ ക്ലൗഡ്സിനെ കുറച്ചിട്ടുണ്ട് മുത്ത. ഇത് നൈസ് കേട്ടോ, ഇത് W ആണ്. ഞാൻ എല്ലാം കുറ്റം മനഃപൂർവ്വം പറയണല്ലേടാ, എനിക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ഇതാണ്, മനസ്സിലായില്ലേ? ഇത് ഭയങ്കര W ആയിട്ടുണ്ട്. ഞാൻ W എന്നല്ലടാ മുത്തേ പറയണം, അതും നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ മനഃപൂർവ്വം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി മാത്രം ഞാൻ എന്തായാലും മനഃപൂർവ്വം കുറ്റാക്കണമല്ല. അത് നിങ്ങൾക്കറിയില്ല. ഡൈനാമിക് ക്ലൗഡ് അതെന്തൊരു സാധനം. അത് ഓട്ടോമാറ്റിക്കലി, മറ്റേത് മാനുവൽ, മറ്റേ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ളതായിരിക്കും. ഇത് ഫോട്ടോ എടുക്കാൻ പക്ക തീയായിരിക്കും. സ്റ്റീയർ അസിസ്റ്റൻസ്, ജനറലി, പാച്ച് നോട്ട്, ഇൻഫോ, സൗണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മാപ്പിലൊന്ന് നോക്കിയോട്ടെ. മാപ്പിൽ ഫുട്ബോൾ സ്റ്റേഡിയം, ജപ്പാന്. ഇതാണ്. ഇത് തന്നെ മുത്തേ. അന്ന് നമ്മൾ CPM 1 നമ്മൾ പോയില്ലേ, ട്രോപ്പിക് മാപ്പ്, അങ്ങോട്ട് പോവാം. എടാ ഞാൻ പറയാമല്ല, സത്യസന്ധമായിട്ട് പറയുവാണ്, ഈ ഗ്രാഫിക്സ് എനിക്ക് തൊലിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. ഈ ഗ്രാഫിക്സ് എന്തോ ഒരു വ്യത്യാസം എൻ്റെ മനസ്സിലടിക്കണ്ടാ. എനിക്ക് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സെക്ഷനിൽ കയറി ക്യാരക്ടറിൻ്റെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ വെച്ചാൽ ഇതിന് മുന്നേ ക്യാരക്ടറിന് നോക്കണേ ആ ഒരു ഇത് ഓക്കെ ആയിരുന്നു. ഇത് എന്തോ എനിക്കൊരു ലൊട്ട ഫീൽ അടിക്കണുണ്ട്. പറയാമല്ല, എനിക്ക് ഈ ഒരു ബീറ്റ വേണ്ട. ബീറ്റ ഞാൻ എന്തായാലും ചെയ്യണ്ട. അതാണ് എനിക്ക് ഞാൻ ഒറിജിനൽ അപ്ഡേറ്റ് വരുമ്പോൾ ചെയ്യാം. അതെന്തായാലും വരുമല്ല, ബീറ്റ ആയിരിക്കില്ല. എന്ത് വണ്ടി അങ്ങോട്ട് ചരിഞ്ഞരിഞ്ഞു പോണ്. കൺട്രോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്തിനും കൺട്രോൾ ഉണ്ടോ ഇനി? പക്ഷെ എന്തോ ഒരു ഇത് ഒരു സാധനം ലൊട്ട ഉള്ള പോലെ എൻ്റെ മനസ്സിങ്ങനെ ആവണം. എന്തായാലും നോക്കാം. അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്തായാലും നോക്കാം. ഇതിപ്പോൾ ഇങ്ങോട്ട് ഇതല്ലേ ഞാൻ വന്ന വഴി തെറ്റിപ്പോയാ? ഇങ്ങോട്ടല്ലേ പോകണ്ട? ഇങ്ങോട്ടായിരുന്നാ പോകണ്ട? സ്പീഡൊക്കെ എത്തി കൂടെ ഇമ്പ്രൂവ് ആയ പോലെ ഉണ്ട് കേട്ടാ വണ്ടിയുടെ. സ്പീഡൊക്കെ എത്തി കൂടെ എന്തോ ഒരു, ഇപ്പം എന്ത് പറയണ, മുമ്പ് ഓടിച്ചതിനെക്കാളും അത് ചിലപ്പോൾ ഈ ബഗ്ഗും ഈ ചെറിയ ഒരു ഇതുണ്ട്, ഗ്ലിച്ചും ഗെയിമിൽ പെട്ടെന്ന് കുറഞ്ഞ് നല്ല പക്ക സ്മൂത്തായപ്പോൾ ഐഫോണിൽ കളിച്ചങ്ങനെ ഇരിക്കും. അതേപോലെ പക്ക സ്മൂത്തായപ്പം അതിൻ്റെ ഒരു ഇതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കും. അതാണ് അത് ഓക്കെ, അതൊക്കെ സന്തോഷം. പക്ഷെ അതല്ല എനിക്കിപ്പം മെയിനായിട്ട് വേണ്ട, പഴയ ഗ്രാഫിക്സ് ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നേ സന്തോഷമായതിനെ, ഒരുപാട് സന്തോഷമായതിനെ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ആ ചെറിയ വ്യത്യാസം ഭയങ്കര ഒരു ഇതാവണമുണ്ട് എനിക്ക്. കുത്തേ അത് എന്തോ ഒരു ഇത് മൊത്തത്തിൽ പറയാല്ല, എനിക്കത് പിടിക്കണില്ല. നോക്കട്ടെ. എവനൊക്കെ പോയിട്ട് ഇവന്മാരടുത്ത് ഇങ്ങനെ ആക്കിയ കൂടുതൽ കളിക്കാർ വരും, കൂടുതൽ ഫോണിൽ ഡൗൺലോഡ്സ് വരും എന്നൊക്കെ പറഞ്ഞ് നശിപ്പിച്ചാണ് എന്തോ മുത്തേ. കാര്യം പറയാല്ല. നോക്കാം നമ്മളങ്ങനെ വിചാരിക്കണ്ട. ബീറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ. നോക്കാം. പുതിയ റോഡല്ലേ, നൈസ്. ഇത് മുത്തേ നൈസായിട്ടുണ്ടോ, കാര്യം പറയാലോ. സംഭവം W എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ഭയങ്കര W. ഇത് സംഭവം കൊള്ളാം, ഈ ഒരു ഇതൊക്കെ. പക്ഷേ ഇത് തന്നെ ആ വണ്ടി തന്നെ വേണ്ട, ഒരിത്തി കൂടെ ഒരു എന്തോ ഒരു കാർട്ടൂൺ പോലത്തെ ഒരു, അതാണ് എനിക്ക് ചെറിയൊരിത് അടിക്കണം. അതാണ് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് കോൺഫീൽഡ് മറ്റേതുണ്ടോ, കോൺഫീൽഡ് ഉണ്ടോ? നമ്മളൊന്ന് പോയ കോൺഫീൽഡ് ഉണ്ടോ അതിൻ്റെ അകത്ത്? അതെനിക്ക് നോക്കണം കേട്ടോ മുത്തേ, എനിക്ക് നോക്കണം. ഇത് എന്ത് വണ്ടി കൺട്രോളിങ് പാടാ. അത് എനിക്ക് വേറൊന്നുമല്ല, ഒന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്താണ്. ഒന്ന് ഗെയിം സ്മൂത്ത്നെസ്, ഈ ഗ്രാഫിക്സ് ഈ ലൊട്ടത്തരം കാണിച്ച് ഗെയിം സ്മൂത്ത്നെസ് ഇൻക്രീസ് ചെയ്തും, അതേപോലെ തന്നെ കാർ സ്പീഡിൻ്റെ എന്തെങ്കിലും അവർ ചെയ്തതാണ്. അതാണ് കൺട്രോൾ അത് പെട്ടെന്ന് ഒരു മാറ്റം വന്നുകൊണ്ടുള്ള ഇതാണ് കേട്ടോ. അല്ലാതെ ലൊട്ടയൊന്നും കളിക്കാനോട് അങ്ങനെ കുന്നെന്ന് പറയല്ലേ മുത്തേ, അത് ചിരിപ്പിക്കല്ലേ. അങ്ങോട്ട് പോട്ടെ.
അവിടെ മെയിൻ അപ്ഡേറ്റ് വരുമ്പോൾ തീയായിരിക്കും മുത്തേ, നീ നോക്കിക്കോ. ഇപ്പം ഈ ലൊട്ടയായിട്ടുള്ളതൊക്കെ അന്ന് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ കാര്യം പറയുന്നത് അങ്ങനെ മാറിയില്ലെങ്കിൽ ഭയങ്കര ഇല്ലായിരിക്കും, സത്യസന്ധമായിട്ട് ഞാൻ പറയൂ. എടാ നിങ്ങൾ ഈ ഉമ്മാരുടെ അടുത്ത് പോയി പറയണേടാ, ഒലഹാസ്റ്റ് ഗെയിംസ് അങ്ങനത്തെ സാധനമില്ലമാർ കമ്പനിയാണ് പറയണേ. ഈ ഗ്രാഫിക്സിൽ ഇങ്ങനെ ഒന്ന് അതുപോലെ മതി, ഒന്നും ചെയ്യണ്ട. ഉയ്യോ മുത്തേ, അവിടെ ചെറിയൊരു തട്ടി കേട്ടാ. ഓ എടാ നമ്മൾ മറ്റേ ഇവിടോട്ട് എത്തിയടാ, സംഭവം തീയല്ലേ. എടാ ഇത് ട്രോപ്പിക്ക് ഞാൻ പറയാലോ മുത്തേ, നിങ്ങൾ വേണേ എന്ത് പറഞ്ഞാലും ശരി. CPM 1ഉം CPM 2ഉം ട്രോപ്പിക്ക് നോക്കുകയാണെങ്കിൽ CPM 2ലെ ട്രോപ്പിക്കിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ട നീയൊക്കെ വേണേൽ എന്ത് ലൊട്ട വേണേലും പറഞ്ഞു, കാര്യമല്ല. CPM 2 ആണ് W. നീയൊക്കെ വേണേൽ എന്ത് ലൊട്ടയെന്ന് പറ, ഒരു സീനുമില്ല. ബീറ്റ് ചെയ്യണത് പക്ഷെ നോക്കിയാണ് ഒരേമാതിരി ഗ്രാഫിക്സും കുറച്ച് വെച്ചേക്കണം. ഓ ഇത് ഫുള്ള് W ആണല്ലോ മുത്തേ. എടാ ഇതിൽ ലൂഫി ഉണ്ടോടാ, ലൂഫി ടിക്കി ട്രോക്കി എന്തൊരു സാധനം. ഓ മുത്തേ, ഞാൻ ഇപ്പം എന്തിരി കാണണ മച്ചാ, വെള്ളച്ചാട്ടോ മയില്. എടാ എടാ CPM 1ൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നാ? ഈ തൊലിഞ്ഞ ഗ്രാഫിക്സിൻ്റെ കണ്ട ഈ ഒരൊറ്റ പറ മാത്രമേ എനിക്കിപ്പം ഇഷ്യൂ ആയിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ പക്ക, എല്ലാം പക്കയായിട്ട് തോന്നുന്നു. ഈ ഒറ്റ കാര്യം മാത്രം എടാ എടാ അതെന്തൊരു സാധനോട്ട, അതിൻ്റെ ടോപ്പിൽ കയറി വണ്ടി പറത്തി അതിൻ്റെ ഓർഡർ ഒരു പിക്ക് എടുക്കണം മുത്തേ. കാര്യം പറയല്ല, തീ പൊരിയായിരിക്കും. എടാ എനിക്ക് ഇനി നോക്കണം. അടുത്തൊരു കാര്യമുണ്ട്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നടാ, ഇങ്ങോട്ട് കയറ്റാം. വേറെ വണ്ടി ഞാൻ എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ വണ്ടി അനങ്ങണ പോലും ഇങ്ങോട്ട്. എടാ ഇത് ഭയങ്കര പാടാ ഈ വണ്ടി. എനിക്ക് ഇതല്ലല്ലോ, ഏതായിരുന്നു ആ ഇടം? ഞാൻ നിൽക്കണം ഇപ്പം ഇവിടെ. അയ്യോ ഇറക്കം, അനുവാദമില്ലാതെ ഇറക്കത്തിലിടക്കം പോകണുണ്ടോ ഇറക്കലോട്ട. ഓ ഇതെനിക്കറിയാം, ഇത് നമ്മൾ ഇന്നാളൊരു CPM 1ൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. എടാ ഇങ്ങോട്ടൊന്ന് പൊയ്ക്കോട്ടെ. എടാ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങോട്ട് എനിക്ക് ബീറ്റ് എടുക്കേണ്ടി ഇരുന്നിരുന്നാണ് ഇപ്പോൾ തോന്നണം. കാര്യം പറയല്ല, ഈ ട്രോപ്പിക്ക്, ഈ മാപ്പ്, വെള്ളച്ചാട്ടം എല്ലാം ഓക്കെ. ഞാൻ ഒന്നും ഇനി പറയണില്ല. അതിനെ ഗ്രാഫിക്സ് വരുത്തിയ അവർ മാറ്റാം. ബിഗ് എല്ല് മുതേ ഗ്രാഫിക്സ് ഇങ്ങനെയാണ് ഞാൻ കളിക്കില്ല കേട്ടോ. കാര്യം പറയലടാ, നമ്മൾ അങ്ങനെയാണ് ആ കോയിൻ ശേഖരണത്തിൻ്റെ പരിപാടി നിൽക്കും. എടാ എനിക്കിപ്പോൾ കോയിൻ ശേഖരിക്കാൻ തോന്നല്ലടാ, സത്യം പറയില്ല. നമ്മൾ ആ ശേഖരിച്ച് വെച്ചിട്ട് അവസാനം ഇതിന് വേണ്ടിയിട്ടാണ് ശേഖരിക്കണമെങ്കിൽ ആ ഒരു സമയം വേസ്റ്റ് ആവില്ലടാ. എടാ ഞാൻ ബീറ്റ് എടുക്കേണ്ടിയിരുന്നു. കണ്ണ മയിലുകളെ വീഡിയോ കണ്ട് ബീറ്റ് എടുത്താണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ല അവന്മാരെന്തൊരു പറയാം, അവന്മാർ ഇങ്ങനെ കാർ ഓടിക്കണ കണ്ടപ്പോൾ ഇത് കണ്ട, ഇത് വലിയ വ്യത്യാസം പെട്ടെന്ന് തോന്നുന്നു. ഇല്ല പക്ഷേ ആ ക്യാരക്ടറിനെ കാണുമ്പോഴല്ലേ പെട്ടെന്ന് കിട്ടണ. എന്തായാലും മറ്റേ കപ്പലൊക്കെ മറിഞ്ഞേക്കേണ്ട സാധനം ഉണ്ടല്ലോ, അതെവിടെ? അവിടെ ബീറ്റ് ആയതുകൊണ്ട് എല്ലാം ഇനി ഇൻക്ലൂഡ് ഇത് പറ്റില്ല. ലുഫി ഉള്ളിടമാണ് ഇത്. അവിടെ ബീച്ച് കേട്ടാ മുത്തേ, ബീച്ചിലോട്ട് ഇറങ്ങിക്കോട്ടെ. ബീച്ച് ഇറങ്ങിയപ്പോൾ തിരിച്ച് കയറാൻ പറ്റുമോ? അതാണ് എനിക്ക് സംശയം. ഓ ഇവിടെയൊക്കെ സത്യമായി നല്ല കിട്ടുമായിരിക്കും ഫോട്ടോ എടുക്കാം. ഗ്രാഫിക്സ് അതിനിടെ നീയും കൂടെ ഇങ്ങനെ ഇതിൻ്റെ തോലിപ്പറി. ഇതിനിടെ ഞാൻ ഇത്രയും സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ അവന് കാര്യം പറയും. ചാറ്റേ കാര്യം പറയല്ല, ഈ ഫ്രീ ഫയർ കിടക്കാൻ പറ്റൂല കയറി. ഫ്രീ ഫയർ അല്ല. ഓ അത് കണ്ട, നമുക്കിത് ഇടിച്ച് പൊട്ടിക്കാൻ പറ്റും കേട്ടടാ. എടാ PC ഗെയിമടാ. ഞാനിപ്പോൾ ഞാൻ ഈ ഗെയിമിൻ്റെ അത് ഇപ്പം ഈ ഒരു ബീറ്റ് അപ്ഡേറ്റ് ഒരേ ഒരു ലൊട്ട മാത്രമേ കാണുള്ളൂ. ആ ഗ്രാഫിക്സിലവന്മാർ വരുത്തിയ മാറ്റം. ബാക്കിയെല്ലാം മുതൽ ടോപ്പെന്ന് വെച്ചാൽ ടോപ്പായിട്ട്. ബാക്കി ഒന്നിനെ എനിക്ക് ഒന്നും പറയാൻ തോന്നണില്ല.
ഒന്നും കാര്യം പറയില്ല, ഒന്നും എനിക്ക് വേറെ ഒന്നും പറയാൻ തോന്നില്ല. ബാക്കിയുള്ള ഞാൻ എന്ത് പറയാം, ബാക്കി ഒന്നും കുറ്റം പറയില്ല. ഇവിടെ ലൂഫിയാണ് ഒറ്റ പൊന്നെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ മുത്തേ, കാര്യം പറയില്ല. ഞാൻ ഓ ഓ ഷോ അവസാന മുത്തേ. ഓ എനിക്കാവുന്ന അവസാന മുത്തേ, മങ്കിയുടെ ലൂഫി, പൈററ്റ് കിങ്. എടാ മുത്തേ ഇത് കണ്ട, ഇത് ആക്കാനും ഡബിൾ എന്തിനാണ് ഈ മൊമെൻറ്റ് എടാ. ഞാൻ മങ്കിയുടെ ലൂഫിനെ 2 തവണ CPM 2 കണ്ടപ്പോഴും ഗ്രാഫിക്സ് എന്തായി പോയെന്നാണ്. ഒന്ന് CPM 1 അതിനെ ഒരു കുറ്റമല്ല. CPM 1 ആ ഒരു ലെവൽ ഗ്രാഫിക്സ് ആണ് അതിനുള്ളത്, അതിനെ ഞാൻ ഒന്നും പറയില്ല. പക്ഷേ CPM 2 എന്ത് തായോളിത്താളം കാണിച്ചു വെച്ചേക്കണം. എടാ ബീറ്റാ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഗ്രാഫിക്സ് കുറച്ച് കളയോടാ. എടാ എന്നാലും മുത്തി കൂടെ കൊള്ളാം അല്ലേ? മറ്റേന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഗെയിമിൻ്റെ ഒരു വ്യത്യാസമാണ്. മുത്തേ സംഭവം കൊള്ളാം കേട്ടാ. ലൂഫി തീ സാധനം ചാറ്റേ. എനിക്കൊരു ഫോട്ടോ എടുക്കണം, പക്ഷേ ഈ മയിരി ക്യാരക്ടറിനെ അവന്മാർ നശിപ്പിച്ച് കളഞ്ഞു. എന്തോ ഒരു ഗ്രാഫിക്സ് കുറയ്ക്കണം, നല്ല രീതിയിൽ കുറച്ച് അവന്മാർ അതിനങ്ങ് എന്ത് പറയണേ. ഇപ്പം ഞങ്ങൾ കൂടുതലായിട്ട് ഒരു ആക്കി ഒരു പരുവം. മുത്തേ എനിക്കിത് എടുക്കണം, ഇതെനിക്ക് ഫോട്ടോ എടുക്കണം. എടാ ലുഫീനെ 2ാമത്തെ തവണയാണ് ഞാൻ കണ്ടേക്കണം, കാര്യം പറയാല്ല. ടോപ്പെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് എനിക്കത്. ലൂഫി എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഇതാണ് മോയി. എടാ നിങ്ങൾ ഇങ്ങനെ ഒലഹാസ് ഗെയിമിൻ്റെ അടുത്ത് പോയി പറയണേ മുത്തേ. നമുക്ക് ഈ ലൈവ് തന്നെ പോയി പറഞ്ഞല്ലോ ഒലഹാസ് ഗെയിമിൻ്റെ അടുത്ത്. എടാ ഇവന്മാർ മൊത്തം ഇംഗ്ലീഷുകാരന്മാരാണ് പറഞ്ഞത്. നമ്മളാണ് എടാ ഞാൻ ഇംഗ്ലീഷ് ഞാൻ എന്ത് ഇനി എടാ ഞാൻ ഇനി ഈ ഗെയിം ഉണ്ടല്ല ഇതിൽ ട്രേഡിൽ തന്നെ പോകുമ്പോൾ എന്തോരം നമ്മൾ ഇംഗ്ലീഷ് ഭയങ്കര ഇതായിരുന്നാലേ നമുക്ക് പറ്റും ഇവന്മാരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ. മനസ്സിലായില്ലേ? അതാണ് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം ഉദാഹരണം അല്ല, അത് ഭയങ്കര അതിനി പറഞ്ഞുകൊണ്ട് സമയം കളയാം. നമുക്കൊരു ഫോട്ടോ എടുക്കാം ആദ്യം. അപ്പോൾ ഉദാഹരണം വേണ്ടിയൊക്കെ ബാക്കി. മുത്തേ ലുഫീന് 2ാമത്തെ സമയം. മങ്കിയുടെ ലൂഫി മങ്കിയുടെ ലൂഫി മുത്തേ ലൂഫി വേറെ സീനാണ് മുത്തേ. 1 പീസ് കുറച്ച് സമയമില്ലേ ഞാൻ കണ്ടേനെ. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ PC ഒക്കെ എടുത്ത് കുറച്ച് ടൈം കിട്ടും. PC എടുത്താൽ പിന്നെ ഫുൾ ഒരു ടൈം കിട്ടും, ആ സമയത്ത് കാണാം. ഫോട്ടോ ആയല്ല. CPM ഒന്നും നീ ചെയ്യണ്ട. ഗ്രാഫിക്സ് എങ്ങനെയായിരുന്നു മുമ്പിരുന്ന അതുപോലെ, ക്യാരക്ടർ ഗ്രാഫിക്സ് എങ്ങനെയാണ് മുമ്പിരുന്ന അതുപോലെ. എടാ ഈ അപ്ഡേറ്റിൽ എൻ്റെ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ബാക്കി എല്ലാം പൊക്കോളി WWW ട്രോപ്പിക് W മാപ്പ് W ക്ലൗഡ് W എല്ലാം W 1-2 തിങ്സ് നോട്ട് W. ഇതാരെങ്കിലും കട്ട് ചെയ്ത് ഒലഹാസ് അയച്ചു കൊടുത്തു വേണം കേട്ടോ. 2 തിങ് നോട്ട് W. ഫസ്റ്റ് തിങ് ഗ്രാഫിക്സ് ഓൾഡ് ഗ്രാഫിക്സ് ഗുഡ്, നൗ ഗ്രാഫിക്സ് ഷിറ്റ്. ഓൾഡ് കാർ പ്ലേസ് ഗ്രാഫിക്സ് ഗുഡ്, നൗ കാർ പ്ലേസ് ഗ്രാഫിക്സ് ലിറ്റിൽ ലൈക്ക് CPM 1 അപ്ഗ്രേഡഡ് വെർഷൻ ബട്ട് നോട്ട് ആ ഒരു പഴയ സാധനം കിട്ടല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഓൾഡ് ഗ്രാഫിക്സ് CPM 2 കംബാക്ക് കൊണ്ടുവരിക. മനസ്സിലായില്ലേ? ലൊട്ടെ മനസ്സിലായില്ലേ? മങ്കിയുടെ ലുഫി ഉമ്മ അത്രേ പറഞ്ഞാള്. എന്തിഷ്ടമാണ് നിങ്ങളെ. എന്നാലും കാണാൻ പറ്റിയ സന്തോഷം. എടാ ഇനി കോൺഫീൽഡ് ചേസ് കാണാൻ പറഞ്ഞാൽ മറ്റേ കോൺഫീൽഡ് ചേസിന്ന് കോൺഫീൽഡിൻ്റെ അകത്തുകൊണ്ട് ഞാൻ ഒരു നിമിഷം വിഷമിച്ചില്ല. അത്രയ്ക്ക് ഇതായി പോകണം. 2 കാര്യം എനിക്ക് കാണാം. ഇനി മറ്റേ ഒരു മലയിൽ നമ്മൾ മറ്റേ കാർ ഓടിച്ച് കയറിയായിരുന്നല്ലോ CPM 1, അത് ഇതിൻ്റെ അകത്തുണ്ട്, അതെനിക്ക് കാണണം. അത് ഇവിടെ എവിടെയായിരുന്നല്ലോ. എടാ CPM 1 ഡബിൾ ഗെയിമൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒരു സമയത്ത് എല്ലാവരുടെ അടുത്ത് കളിച്ച ഗെയിമൊക്കെയാണ്. പക്ഷേ എന്താണ് പറയണത്, ഞാൻ CPM 2 കളിച്ച് തുടങ്ങി. അപ്പോൾ എൻ്റെ ഇതല്ലേടാ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? CPM 1 അത്ര ലൊട്ടേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ അന്നെടുത്ത് കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊള്ളാവുന്നതിനെ കൊള്ളാൻ തന്നെ പറഞ്ഞു. ഞങ്ങൾക്കാണ് എന്തൊരു ഗുണനെ വിചാരിച്ചു. ഇതിൻ്റെ അകത്ത് ഇവിടെ അല്ല നമ്മൾ ഇങ്ങോട്ട് വരണ വഴിയിലാണ്ട് ഇരുന്ന കോൺഫീൽഡ് ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇതിൽ കാണൂല. പക്ഷേ ഇതിലുണ്ടായിരുന്ന സ്ഥീനായിരുന്നേനെ വണ്ടി തൊലി. എടാ മറ്റേത് നീ കണ്ടുപിടിക്കണോ? നീ കണ്ടുപിടിച്ച ഒരു ഇതെന്തൊരു സാധനം. ഇങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതായിരിക്കും മറ്റേ സാധനം കേട്ടറാ. ഇതായിരിക്കും മറ്റേ കപ്പലെല്ലാം കപ്പലിലെന്തിനാ മറ്റേ പെട്ടിയെ കൊണ്ടുവച്ച് കാണാൻ സാധനം ഇതായിരിക്കും. എടാ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ടല്ലേ മറ്റേ കാർ ഓടിച്ച് തരുന്ന ഒരു മറ്റേ സാധനം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോവാം. റോഡ് എവിടെ?
കൺട്രോളിങ് ഭയങ്കര പാട്. എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടാനില്ല. അത് ബീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഒറിജിനൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. അവിടെ ഗ്രാഫിക്സ് പഴയ വരുവാടാ, എന്നെ മനസ്സ് പറയാനുണ്ട്. പക്ഷേ ബീറ്റ് എനിക്ക് കളിക്കാൻ വേണ്ട. ബീറ്റ് എന്തായാലും ഞാൻ കളിക്കാനില്ല. എല്ലാം കൊള്ളാം, പക്ഷേ എനിക്ക് ഇത് ഈ ഗ്രാഫിക്സും കണ്ടുകൊണ്ട് കളിക്കാൻ പറ്റില്ല. ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഗ്രാഫിക്സ് അത്രയ്ക്ക് ഇതാക്കി വെച്ചേക്കുവാണ്. ഞാൻ എന്തിരിക്കും. കാർ കൺട്രോളൊക്കെ സ്മൂത്ത്നെസ് ഭയങ്കരമായിട്ട് സ്മൂത്തായപ്പോഴേ കാർ ആ വഴി നമ്മളാ പഴയ ബഗ്ഗിലൊക്കെ അല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് നമുക്ക് എല്ലാ ബഗ്ഗൊക്കെ മാറി പക്ക. ഇപ്പം 30 FPS കളിക്കുന്നിടത്തിനടുത്ത് പെട്ടെന്ന് 120 FPS ഫോൺ കൊണ്ട് കൊടുത്തിട്ട് കളിക്കാൻ പറഞ്ഞാൽ അവൻ എങ്ങനെ കളിക്കും? ഒരു സെക്കൻഡ് നേരത്തേക്ക് ലൊട്ടയായി പോകില്ല. അത് തന്നെ സംഭവം. അതാണ് എക്സാക്ട്ലി പെർഫെക്റ്റ് ഉദാഹരണം. നോക്കട്ടെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇത് ഭയങ്കര സ്മൂത്ത് കേട്ടാ. ആ ഒരു ഗ്രാഫിക്സ് കുറഞ്ഞതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്ന അത്രയും. പക്ഷേ എനിക്ക് ഗ്ലിച്ച് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ വിഷമിച്ചു പോകണ്ട ഒരു സെക്കൻഡ് നേരത്തേക്ക്. കാര്യം പറയാമല്ലേ. ഇവിടെയാണെന്ന് തോന്നിയാൽ CPM 1 ഫസ്റ്റ് വന്ന് ഇറങ്ങിയിടാം. എന്തോ ഏകദേശം ഏരിടത്തായിട്ടാണ് തോന്നുന്നത്. WW എന്നാലും ഓക്കെ. എന്നാലും ആ ഒരു എനിക്ക് ഗ്ലിച്ച് ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വിഷമം തോന്നുന്നുണ്ടോ. കാര്യം പറയില്ല. നമ്മൾ ആ ഒരു ഗ്രാഫിക്സിനെ നമുക്ക് എന്തോരം ഞാൻ ഒരുപാട് തവണ ലൈവ് പറഞ്ഞിട്ടുണ്ട് ബഗ്ഗാണ് മയിലാണെന്നൊക്കെ ഫിക്സ് ചെയ്താൽ കൊള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിടാ മുത്തേ. സത്യം പറയാം, ഞാൻ പലവന്മാരെ വീഡിയോ കണ്ട് ഇങ്ങനൊന്ന് മാത്രം ഞാൻ കണ്ടില്ലടാ മുത്തേ. നല്ല ഇരേത്തി തന്നിട്ടുണ്ട് മൂത്ത് മയിലുകൾ. എടാ ഇതെന്ത് തൊലിയടാ. ഞാൻ ചാടിക്കാം. ഉയ്യോ സീനാവും. ഇല്ലില്ല, എൻ്റെ ഒരു സീനാവും. ഇതൊക്കെ ഇതിൽ നോക്കട്ടെ ഇവന്മാർ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ നോക്കട്ടെ. എല്ലാം നമ്മൾ ഒരുമിച്ച് പറയണ്ട. ഇവിടെ മറ്റേ പെട്ടിയും കപ്പലും. ഇത് വണ്ടി നശിച്ചേ കേട്ടാ. വണ്ടി നശിച്ച് നാറായണക്കല്ലേ. വെക്ലാരും വെള്ളത്തിലോട്ട് പോകും മുത്തേ. ഇവിടെ ആയിട്ടല്ലേ മറ്റേ സാധനം ഉണ്ടായിരുന്നത്. ഇവിടെയല്ലേ മറ്റേ ലൊട്ട എന്തൊരു ഒരു എടുക്കാൻ പറ്റാത്തൊരു സാധനം, ഒരു ഭയങ്കര സ്വർണത്തിൻ്റെയൊക്കെ പെട്ടി കണക്ക് കടൽക്കൊള്ളക്കാരുടെ ട്രഷർ. അത് തന്നെ ട്രഷർ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ. ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ കറക്റ്റ് ഒരു 85% CPM 1 പോലെ ഉണ്ടോ. എൻ്റെ ഈ താഴെ പോയി മയില്. നീ അത്രയും നടക്കാം. അവിടെ വല്ലതും ഉണ്ട്. അത് നമുക്ക് ഇതിൽ കൂടെ നോക്കാം. അല്ലേ അതാണ് സ്പീഡിൽ അങ്ങ് നോക്കാം. അത് തന്നെ. നമ്മളെന്തിനിങ്ങനെ സമയം വേസ്റ്റ് ചെയ്യണം. ഇവിടെയാണ് CPM 1 ഒരു സാധനമുള്ള ഒരു എന്തരാണ് ഇപ്പോൾ പറയണേ അതിനെ. ഒരു സാധനം ഉണ്ടല്ലോ, അതിനിപ്പോൾ എന്തെങ്കിലും ഒരു ട്രഷർ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ഇവിടെ നമുക്ക് മറ്റേ സാധനം അടുത്തുണ്ടോ നോക്കാമല്ലോ. മറ്റേ കൊട്ടാരം പോലത്തെ ഒരു സാധനം ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയാമല്ലോ. ഇങ്ങോട്ടെങ്ങോട്ടും നമ്മൾ കയറുമ്പോഴേ എനിക്ക് ഇതൊന്ന് ഊട്ടിക്കോട്ട് പറ്റണം. ഇതൊന്നും കാണാനും പറ്റില്ല. തൊലി അതേണ്ട ഇതല്ലേ കൊട്ടാരം. ഞാൻ അങ്ങോട്ട് പോകണോ. ഇങ്ങോട്ടല്ലേ മറ്റേ വലത്തോട്ടല്ലേ വഴി കാണിച്ച് അങ്ങോട്ട് പോവാം. കയറണ സാധനം കൊണ്ടാണ് ഡബിൾ വരുന്നതിനെ. കാറും കൊണ്ട് കയറണേ. ബീറ്റ് അല്ലേ. ബീറ്റ് ചെയ്യണ കഴിഞ്ഞ നമ്മൾ മറ്റേ മരുഭൂമിയൊക്കെ വന്ന സമയത്ത് ബീറ്റ് അല്ലായിരുന്നല്ലേ. അത് ഒറിജിനൽ അപ്ഡേറ്റ് ആയിരുന്നു. അതിന് ഒറിജിനൽ അപ്ഡേറ്റ് ആണ്ടപ്പെടുന്നല്ല. ബീറ്റ് എന്തോ ബീറ്റ് ഇതാണ്ടാ ഞാൻ കളിച്ചതിന് ഒരു 1.5 ബീറ്റൊക്കെ കാര്യം പറയാല്ലേ. മാഡൗട്ട് ബീറ്റ് വന്നാൽ പോലും മാഡൗട്ട് ഞാൻ പിന്നെ എന്തിലോട്ടെ. മാഡൗട്ട് പിന്നെ എനിക്ക് അത് പിന്നെ RP കളിക്കാവുന്ന രീതിക്ക് അറിയണം. അതല്ലാതെ അത് അപ്ഡേറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഒരുമാതിരിയായി ലൊട്ട എന്തൊക്കെ. പിന്നെ അതിൽ കുറേ കൂത്താടികൾ വന്ന് കയറി ലൊട്ടത്തരം. അതാണ് പിന്നെ RP നമുക്ക് GT കളിക്കുമ്പോഴാണ് നോക്കാം. അതെല്ലാം വേണ്ട. മുത്തേ ഞാൻ എന്ത് പറയട്ടാ മുത്തേ. ഞാൻ എനിക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എനിക്ക് നഷ്ടം മുത്തേ. ഞാൻ ഉള്ള പറയാമല്ല. നിങ്ങൾക്കൊന്നും ഒരു നഷ്ടമല്ല. നിങ്ങളെ നഷ്ടമല്ല, എൻ്റെ റെഡ് ഫോക്സിന് നഷ്ടം. സംഭവങ്ങളിലൊക്കെ ചെയ്യാം. ഇത് ഒരു ദിവസം എല്ലാം അമ്മ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടായിരുന്നേനെ അവന്മാരിത്തിരി
എന്തരാ തൊലിപ്പ് കാണിച്ച് ലൊട്ട, അത് മാത്രമേ എനിക്ക് ഇത്തിരി ഇതായിട്ടുള്ളൂ. ബാക്കി എല്ലാം ഓക്കെ. ഞാൻ വേറെ ഒന്നും ഇതിനെ കുറ്റം പറയാനില്ല. കണ്ട ഇതൊക്കെ കണ്ട തീ, ആ ഒരു സാധനം എൻ്റെ തൊണ്ട് കണ്ട, കാറുണ്ട് കാരണ തീയാണ് ഇത്. തീ എന്ന് വെച്ചാൽ തീ. എടാ ഇവ എന്ത് ഇതിൻ്റെ ചൊതുങ്ങി ഇങ്ങോട്ട് ഒന്നിക്കണ? എടാ ഇവിടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കുക, എന്ത് തീയായിരിക്കും എന്നാ ഉള്ള പറയട്ടാ. സത്യസന്ധമായിട്ടാണ് ഈ ഗ്രാഫിക്സ് ഒക്കെ തന്നെ കണ്ട. ഈ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, PC ലെവൽ ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ പഴയ ഗ്രാഫിക്സ് ആണ് നല്ലത്. അത് ഇതിനേക്കാളും നല്ലതാണ്. അതാണ് ഇതിനേക്കാളും നല്ലതാണ് അത്. എന്തായാലും ബീറ്റ മാറിയിട്ട് ഇനി കളിക്കണം. എനിക്ക് സത്യം പറഞ്ഞിപ്പോൾ ഇത് കളിക്കാൻ തോന്നല്ല. ഞാൻ എന്ത് കഷ്ടം, ഞാൻ എടുക്കണ്ടേയിരുന്നു ഇതെടുത്ത്. നീ പോയി കളിക്കാൻ തോന്നലടാ. അയ്യോ ഒരു എനിക്കിപ്പോൾ ഈ ഗെയിം കളിക്കാൻ ഇനി മെയിൻ അപ്ഡേറ്റ് എന്ന് വരും. എടാ മെയിൻ അപ്ഡേറ്റ് ചില മാസങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കാം. അതും ശരിയാണല്ലോ. അത് ഇവിടെ ഇത് തന്നെ ഭയങ്കര തീയടാ. ഇത് കണ്ട, ഇത് തീപ്പൊരി സാധനം. ഈ മറ്റേ എടാ തൊലി കയറട്ട് എടാ ഇത് ഞാൻ അന്ന് CPM ആ സമയത്ത് പറഞ്ഞ ട്രോപ്പിക്ക് വന്നിരുന്നെങ്കിൽ ഡബിൾ ആയിരിക്കുമെന്ന്. മച്ചാനെ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്ത് പറയട്ട് വന്നപ്പോൾ എന്തായാലും തീ ആയിട്ടുണ്ട്. കാര്യം പറയാല്ലേ. എടാ ഇത് എടാ എനിക്കിതൊക്കെ ഓക്കെ ഉണ്ടാ. ഈ ഗ്രാഫിക്സ് ഇത് ഈ ഒരുവിധം പെട്ട എല്ലാം ഓക്കെ ഇതിൻ്റെ അകത്ത്. പക്ഷേ രണ്ട് കാര്യം, ക്യാരക്ടർ ഗ്രാഫിക്സും പിന്നെ പണ്ടുണ്ടായിരുന്ന ഗ്രാഫിക്സ് ഉണ്ട്. ഇതിന് മുമ്പ് ഈ ബീറ്റയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഗ്രാഫിക്സ്, അത് ആ ഗ്രാഫിക്സിൽ കളിച്ചവർക്ക് അറിയാം ഭയങ്കര ഒരു വ്യത്യാസം പോലെ തോന്നുന്നു. അതാണ് ഇത്തിരി എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ബാക്കിയല്ല ഇതൊക്കെ ഇത് ലോജിക്കൊന്നും നോക്കണ്ട ഗെയിമിൻ്റെ. ബാക്കിയെല്ലാം ഓക്കെ കണ്ട. ഇതൊക്കെ എൻ്റെ പൊന്നോ, ഇതൊക്കെ തീ. ഒയ്യോ താഴെ വീഴുന്ന ഓമ്പിയനെ. ഇവിടെ ഒരു മോളിൽ എന്തിനാണ് എടാ ഇതെന്ത് ഇങ്ങനത്ര സ്പീഡ്? എന്തൊരു ഫ്ലാഷാ. കണ്ട ഇതൊക്കെ CPM മണ്ണിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. എല്ലാം ഒരു ഇത് ഓക്കേടാ. കാര്യം പറയല്ലേ, ഇതൊക്കെ ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ ഐറ്റങ്ങൾ. പക്ഷേ ആ ഒരു ഇതവിടെ കോൺഫീൽഡ് ഇല്ല അല്ലേടാ അതിൻ്റെ അകത്ത്. അതെനിക്കിത്തിരി മായിരി എടാ കോൺഫീൽഡൂടെ ആണ് വരുന്നത്. കാര്യം പറയല്ല ഉള്ള ഇത് ഗെയിം പുതുതായിട്ട് വന്നേണാ. എന്ത് ഇത് പൈസ ആരത്? അവിടെ ഈ സ്ഥലം പുതുതായിട്ട് വന്നേണാ. എടാ ഈ സ്ഥലം പുതുതായിട്ട് വന്നേണാടാ. ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. നോക്കാം, അങ്ങോട്ട് പോകണം കേട്ടോ. എടാ ന്യൂ, ഇതെന്തൊരു സാധനം ന്യൂ അതുകൊണ്ട് അത് എന്താണെന്ന് നോക്കാം കേട്ടോ. അങ്ങോട്ട് പോകണ്ട, അല്ലാതെ നമുക്ക് ഇറങ്ങിയിട്ട് ഒറ്റയടിക്കാൻ എത്താം. അത് നോക്കാം. അങ്ങോട്ട് ഓടിച്ച് പോകണമെങ്കിൽ ഭയങ്കര പാടുള്ള ഇടവും. സിറ്റിയിലൊന്നും നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. ടൈം ട്രാക്കല്ലേ, ടൈം അറ്റാക്ക്, അത് നോക്കാം. മറ്റേ ഇങ്ങോട്ടൂടൊന്നും എനിക്ക് പോയാൽ കൊള്ളുന്നുണ്ട്. ഞാൻ കോൺഫീൽഡ് ആയിരിക്കില്ല, എന്നാലും കോൺഫീൽഡ് ഉണ്ടായിരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേനെ. നോക്കാം എന്നാലും. ഓക്കെ നോക്കാം. നമ്മൾ ഇനിയിപ്പം സിറ്റി ഒന്ന് നോക്കിയോട്ടെ. സിറ്റിയിൽ ആ ഒരിടത്ത് എന്തിനാ ഒരു സാധനമുണ്ട്, അതെനിക്കൊന്ന് കാണണം. ഇത് ഒറ്റടി വണ്ടി ഓടിച്ചു പോകണ്ട, അല്ലാതെ തന്നെ നമുക്ക് പോവാം. കാറൊക്കെ തൊലിക്കാനൊരു എന്ത് ചെളിയും പറയും പിടിച്ചെന്നാ. കാര്യം പറയാല്ല, ഇതെന്ത് ഇത്രയും ചെളിയൊന്നും പിടിച്ചിട്ടില്ല ഇതിന് മുന്നേ. എടാ എൻ്റെ രണ്ടാമതൊരു കാര്യം പറയാൻ വന്നേട്ടാ. ആ ഒരു മൂഡ് അങ്ങ് പോയടാ. ഉള്ള പറയാല്ല, ആദ്യമേ അത് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ പൈസയുടെ കാര്യം ഉണ്ടോ, ഞാൻ ഷോർട്ട്സ് ആക്കി പറയാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡിൽ പറഞ്ഞുതരാം. അപ്പോൾ പൈസ ഉണ്ട്, 5 കോടി എത്തിയിട്ടുണ്ട്. 3 കോടി കിടന്നിട്ട് എൻ്റെ റൊണാൾഡോ കാർ വിറ്റ് ഞാൻ 2 കോടിക്ക് സെയിലിനിട്ട്. 1 രൂപ ഞാൻ കുറച്ചില്ല, ബാർഗെയിൻ ചെയ്യില്ല. 2 കോടി വിൽക്കേണ്ടത് വിറ്റിട്ടുണ്ട് മുത്തേ. ഞാൻ അതിന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്. പറയാനുള്ള മൂടൊക്കെ അങ്ങ് പോടാ. കാര്യം പറയാല്ല മായിരി എന്ത് തൊലി എന്നാണ് കണ്ട. ഈ ഗ്രാഫിക്സ് കണ്ടാൽ തന്നെ മനസ്സൊരു എന്തോന്ന് പറയട്ടു. തൊലിക്കാനായിട്ട് എന്നെ എനിക്ക് ഞാൻ എന്തൊക്കെയോ എൻ്റെ അത് ട്രോപ്പിക്ക് പുതുതായിട്ട് വന്നു. ട്രോപ്പിക്ക് നമ്മൾ പോയല്ലേ, ഓക്കെ. സിറ്റി റെഡ് റോക്ക് റെസെറ്റ് ആണെന്ന് ഇങ്ങോട്ട് പോട്ടെ. റെഡ് റോക്ക് ഡെസർട്ട്, റെഡ് റോക്ക് റെസർട്ട്. എന്ത് റെഡ് റോക്ക് ഡെസർട്ടിൽ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഇതല്ലേ പുതുതായിട്ട് നമ്മൾ കണ്ട ഇപ്പം. ഇത് അതിനേക്കാളും ഇത് പുതുതായിട്ട് ഇപ്പം കണ്ടുകയാണ്. ഒന്ന് പോയി നോക്കട്ടെ.
എടാ ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും ഈ മെയിൻ അപ്ഡേറ്റ് CPM2 ഇങ്ങനെയാണെങ്കിലേ ഗ്രാഫിക്സ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മുത്തേ ഞാൻ വിരമിക്കേ. കാര്യം പറയാമല്ലേ, CPM2-ന് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങൂല. ഞാൻ വല്ല ഉദറിങ് വേവ കളിച്ചുകൊണ്ടിരിക്കാം. കാര്യം പറയാമല്ലേ. എന്നാലും എൻ്റെ അടുത്ത് ഞാൻ നോക്കട്ടെ അത് മെയിൻ അപ്ഡേറ്റ് വരട്ടെ, അപ്പം നോക്കാം. വിഷമിപ്പിച്ചളഞ്ഞിടാ അതാണ്. എന്ത് ലൊട്ട ഇടയിൽ പിന്നെ വേറെ എന്തെങ്കിലും ലൊട്ട വന്നെന്ന് കേട്ടായിരുന്നു എനിക്ക്. അത് ആദ്യം അങ്ങ് ഇട്ടിട്ട് അത് തന്നെ വണ്ടി കൺട്രോളിങ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് ഞാൻ ബാക്കി ഞാൻ നല്ല രീതി എഡിറ്റൊക്കെ ചെയ്ത് ഓരോയിടത്ത് നമ്മൾ ട്രോപ്പിക്ക് പോകുന്നത് എഡിറ്റ് ചെയ്തിടാം, ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തിടാം, എല്ലാം പക്കയാക്കി ചെയ്ത് ഞാൻ വിചാരിച്ചാണ് മാതിരി. ഞാനിതങ്ങ് ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ കാര്യം പറയാമല്ലോ. ഇതെന്ത് തോലി കൺട്രോളിങ് എന്ത് ചരിവ് മാറ്റിയില്ലേ, ചരിവ് കളറാക്കിയില്ലേ മുത്തേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം കേട്ടാ. സ്പീഡാ ഈ വണ്ടി കൺട്രോളിങ് ഇതാണ് പുതുതായിട്ട് എന്തിനാ കണ്ട എടാ. ഉയ്യോ എടാ 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 മച്ചാനെ, അത് നിങ്ങളത് കണ്ട? എടാ എന്ത് സംഭവിച്ചാൽ ഞാൻ എടാ എനിക്ക് മനസ്സില്ല. എടാ എന്ത് കുണ്ണ എടാ 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 നിങ്ങൾ കണ്ട എൻ്റെ എടാ എണീറാ. എടാ എനിക്ക് ബട്ടണില്ലല്ലോ എണീപ്പിക്കാൻ. ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാൻ ടമ്പനയിലിടാം. എടാ ഞാൻ എടാ വണ്ടി കൊണ്ട് ഇടിച്ചാൽ എന്തിനാ നടക്കൂ നേരത്തെ പറയണേ കേട്ടായിരുന്നു. വീഡിയോ ഒന്നും എടുത്ത് നോക്കാൻ പോയില്ല, മനസ്സിലായില്ലേ. വണ്ടി കൊണ്ട് ഇടിച്ചാൽ വണ്ടിയിൽ നിന്ന് ആൾ തെറിച്ച് വെളിയിൽ പോവല്ലേ, അതായിരുന്നല്ലേ നടന്ന. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് മറ്റേ ഹെഡ്സെറ്റും വെച്ച് ഇത് കേട്ടോണ്ടിരുന്നേ ഉള്ളടാ. എടുത്ത് വീഡിയോ ആയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. കണ്ടാടാ എൻ്റെ പയ്യൻ കിടക്കണം. മച്ചാനെ എണീറാ മച്ചാനെ, റെഡ് ഫോക്സ് ഉണ്ട് ഇവിടെ. ഞാനല്ലേ കിടക്കട അങ്ങനല്ല എണീര് മുത്തേ, അണ്ണനുണ്ട് എണീര്. ഇത് തൊലിക്കാണ്ടിരിക്കാൻ വണ്ടി ഇമോട്ടിട്ടാൻ എണീക്കാൻ നോക്കാം. ഉയ്യോ ദ വേൾഡ് എൻ്റെ ഹിയർ ദ വേൾഡ് എൻ്റെ. എടാ എണീച്ച്. ഞാൻ ഒറ്റ വിളിക്കാൻ വന്നതാണ്, അപ്പോഴത്തേക്ക് എണീപ്പിച്ച് വൈ മുത്തേ ഉള്ള പറയാല്ല. ഇതൊക്കെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയില്ല. ഇനി ഇഷ്ടപ്പെട്ടതിനെ എന്തിനാണ് ചുമ്മാ പച്ചക്കള്ളം നിങ്ങളടുത്ത് പറയണത്. ഇഷ്ടപ്പെട്ടതിനെ പറയാം. ഇതൊക്കെ കൊള്ളാം. ആ കാർ ഇടിച്ചു പോണതും കൊള്ളാം, ഇടിച്ചു പോയെങ്കിലും കൊള്ളാം. ഈ ക്ലൗഡൊക്കെ എന്ന് വെച്ചാൽ ടോപ്പ് W. രണ്ട് കാര്യം അതിപ്പോഴും പറയണമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇതായ ഉണ്ടാകണ്ടോ. രണ്ട് കാര്യം. എന്ത് കാര്യമാണെന്ന് അറിയാമല്ലോ. ക്യാരക്ടറും ഗ്രാഫിക്സ് തന്നെ, ക്യാരക്ടർ ഗ്രാഫിക്സ്. അതെന്തോ എനിക്ക് അത്രയ്ക്ക് ദഹിക്കുന്നില്ല. ബാക്കി വണ്ടി ഗ്രാഫിക്സും അതും ഇത്തിരി ഒരിതുപോലെ. എന്നാലും ഇത് കണ്ടാടാ. ഇതൊക്കെ തന്നെ എന്ത് ഈ ഗെയിമിൻ്റെ ഒരു എടാ വണ്ടി കണ്ടാടാ. അത് കൊള്ളാമില്ലടാ. എനിക്ക് ഇൻസൈഡ് പോകട്ട്. അയ്യോ എൻ്റെ ഗ്ലാസ് പോയേ, അയ്യോ. എടാ മഴ പെയ്യൂടാ അതിൻ്റെ അകത്ത്. നിങ്ങളൊക്കെ എത്ര ദിവസം മുന്നേ ചെയ്തിട്ട് മഴ പെയ്യൂ. മഴ പെയ്തിന് സാധനം തീയാൻ റിപ്പയർ ഇട്ട് പോയാലാ. ചുമ്മാ അല്ല റിപ്പയറിങ് വെച്ചേക്കണം. അവന്മാർക്ക് അറിയാം നമ്മളിവിടെ കൊണ്ട് ഇടിക്കുമെന്ന്. എടാ എന്നാലും അത് നൈസായിരുന്നില്ലേ കാര്യം. അത് ഇഷ്ടപ്പെട്ടു എനിക്ക് അവർ ഈ വണ്ടി ഇങ്ങനെ ഇടിച്ചതും. ഇപ്പം എന്ത് പറയണം അതിനെ. എടാ ഇതെന്തൊരു വഴി മാറിപ്പോണ. എടാ ഇനി ഇടിച്ചാൽ തൊലി. എടാ മനഃപൂർവ്വം ഇടിച്ചല്ലേ എടാ നിങ്ങളെ. എടാ ഇതെന്തായാലും സാധനം കൊള്ളാം. CPM മറ്റേ ഇതിനെക്കാളും W. മാഡ് ഔട്ടിൽ ഇതേ സെയിം സാധനമാണ്. മാഡ് ഔട്ടിനെക്കാളും കുറച്ച്. എടാ എന്ത് കിടത്തോടെ ഞാൻ കിടക്കണ കണ്ടാടാ. ഈ കമന്നടിച്ച് കിടക്കണ്ട. അത് മനഃപൂർവ്വം ഇടിച്ചിട്ടാ. സത്യസന്ധമായിട്ട് പറയണ്ടോ മനഃപൂർവ്വം ഇടിച്ചേടാ. സത്യം. ഞാൻ വണ്ടി കൺട്രോളിങ് പാടാണ്ടോ. ഇവന്മാർ ഇതിന് ശേഷം വണ്ടി കൺട്രോളിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം എന്താണ് ഭയങ്കര സ്മൂത്ത്നെസ് വന്നു. ഗ്രാഫിക്സ് അവന്മാർ ഭയങ്കര ഓട്ടോമാറ്റിക്കലി എന്തിനാ കുറച്ച് വെച്ചേക്കണം. അതുകൊണ്ട് അതിനുശേഷം എന്തിനാ ഒരു നടന്ന് ഈ ക്ലൗഡ് ഞാൻ ഓഫ് വെച്ചോട്ടില്ലേ. ക്ലൗഡ് ഇങ്ങനെ നടക്കൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മൊത്തം ഉള്ള പറയാല്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഈ ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ചിട്ട് നമ്മൾ
ഇങ്ങനെ ഒരു കണ്ട എൻ്റെ അവസ്ഥ കണ്ടടാ, വണ്ടി ഇടിച്ച് തൊലിഞ്ഞ് കിടക്കണ. PC ലെവൽ ഗ്രാഫിക്സ് ഉണ്ട്, സംശയമില്ല, തർക്കമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ഒരു പണ്ടത്തെ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അത് കളിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് വന്നിത് കളിക്കുമ്പം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ഇത് എനിക്ക് അടിച്ചതാണ്. ഞാൻ അത് മുമ്പ് ഏതെങ്കിലും തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓക്കെ ഇങ്ങനെ ഓക്കെയാണ്, അതാണ് സംഭവം, ഇതാണെന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്യാം, എന്തായാലും ഇത്രയെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് കണ്ടതിൻ്റെ കൂടെ ഒരു ഇതാണ് എനിക്ക് ഭയങ്കര കറക്റ്റ് അടിച്ചത്. ഇല്ലേ ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് ഇതിനെ ഇതാക്കൂലായിരുന്നു. ഗ്രാഫിക്സ് ആ കണ്ടടാ തീയടാ, ഇതെന്ത് PC ഗെയിമാണ്, ഉള്ള പറയാനല്ല. മൊബൈലിലുള്ളതിൽ ഹൈ ക്വാളിറ്റി ഗെയിം, കാര്യം പറയാല്ലേ. പക്ഷേ ഒരു ലൊട്ടത്തരിപ്പം നടന്ന് അത് ബീറ്റ് കഴിയുമ്പോൾ മാറ്റില്ലെങ്കിൽ ഞാൻ ഗെയിം കളയും. അതെനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ വെച്ചോണ്ടേ അത് ഭയങ്കര ഒരു ലൊട്ടയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഇത് എന്ത് അണ്ടിയടാ, നിങ്ങൾ കണ്ടാടാ ഇലേൻ്റെ ഇടയിൽ എൻ്റെ എന്തൊക്കെയോ മച്ച. അവിടെ എൻ്റെ പാവം പയ്യ അവിടെ അങ്ങനെ തൊലിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ തോന്നണ്ട കഴുത്തൊക്കെ വയ്യാതെ ഇതായിട്ടാണ് കിടന്നത്. എന്ത് തൊലിയല്ലേ. ഞാൻ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയല്ലോ. അല്ല അങ്ങനെയല്ല, ഗെയിമല്ലേ, റിയലൊന്നുമല്ല. റിയലാണ് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അപ്പോൾ അതിനെ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ ചെയ്യൂലേ. അല്ല അതിനെ ഒട്ട കാണിച്ചുകൊണ്ടിരിക്കണ ഫോട്ടോ യൂമ്പിക്കൊണ്ടിരിക്കണ ഗുണ്ടയൊന്നുമല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യൂല. എടാ ഇതും കൊള്ളാം കേട്ടാ. ഇവന്മാർ പുതുതായിട്ട് ഈ സ്ഥലത്തിൽ കുറച്ച് ഇതെനിക്ക് തോന്നണം മറ്റേതാണ്, ഒരു കട ഉണ്ടായിരുന്നല്ലേ നമ്മളങ്ങനെ നമ്മൾ CPM വന്ന് കളിച്ച ഒരു കടയൊക്കെ ആദ്യം വേറിയായിട്ടില്ലേ, അതാണ്. കൊള്ളാം കേട്ടോ. ഈ മൊത്തത്തിൽ ഇത് ഇവന്മാർ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പക്ക കാര്യം പറയില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് പൊളപ്പ ഫോട്ടോ എടുത്ത് നമുക്ക് എല്ലാം സെറ്റാക്കാം. പക്ഷേ എനിക്ക് മറ്റൊരു ഒറ്റ ക്യാരക്ടറിൻ്റെയും ഓൾഡ് ഗ്രാഫിക്സ് ഇത് മാത്രം എനിക്ക് മതി. ആ ബഗ്ഗുള്ള ഗ്രാഫിക്സ് അത് മതി എനിക്ക്. ഇത്രയും സ്മൂത്ത്. അവിടെ ഇതൊക്കെ കണ്ട ഇതൊക്കെ ഏത് ഗെയിമിലാണ് ഉള്ളത് ഇപ്പം സത്യസന്ധമായിട്ട് പറയാമല്ല. PC സാധനമല്ലേ ഇത് മുത്തേ, നിങ്ങൾ പറ. PC സാധനം ഓർ വാട്ട്, PC ലെവൽ ഐറ്റം കണ്ട. ഇതൊക്കെ എന്ത് W ആണ് ഇതൊക്കെ. നമ്മൾ അത്രയ്ക്ക് സല്യൂട്ട് കൊടുക്കണം, കാര്യം പറയാലോ. അത്രയ്ക്ക് തീ സാധനം, കാര്യം പറയാലോ മുത്തേ. കൊള്ളാല്ലേ. അത് മറ്റേ ഇതല്ലേ. അത് ഞാൻ എടാ എനിക്കായിട്ട് പോകാൻ മതി. എന്തെങ്കിലും ലൊട്ടൊക്കെ ഇട്ടിടോ. ഇത് വണ്ടി കൊണ്ട് ഇടിക്കാൻ പറ്റൂട്ടോ, വണ്ടി കൊണ്ട് ഇടിച്ചാവും. ഇപ്പോൾ വിചാരിച്ചില്ല പയ്യൻ തെറിച്ച് പോകുന്നതാണ്. ഭാഗ്യത്തിന് അവൻ തെറിച്ച് പോയില്ല. എടാ ബീറ്റ് എന്തായാലും കഴിയട്ടെടാ. ബീറ്റ് കഴിഞ്ഞ് മെയിൻ അപ്ഡേറ്റ് വരുമ്പോൾ എടുത്ത് കളിക്കാൻ ചെറുത്ത് കളിക്കും. പക്ഷേ അത് വരെ മിക്കവാറും ഞാൻ ഇങ്ങനെയാണെങ്കിൽ കളിക്കാൻ ചാൻസ് കുറവാണേ, ഉള്ള പറയാല്ലേ. എടാ ഇത് മറ്റേ കെട്ടണം. ഞാൻ പറഞ്ഞില്ലേ അതാണ്. അതാണ് മുത്തേ മറ്റേ ഇത് തന്നെ. അതല്ലേ ഞാൻ വെച്ചിട്ട് ഫുഡ്. ഇത് തന്നെ മറ്റേ കണ്ട നമ്മളന്ന് CPM വന്ന് കളിച്ചപ്പോൾ മറ്റേ പലഹാരക്കട. അത് നമ്മളത് നോക്കിയില്ല. അതിന് കയറണോടാ, പലഹാരക്കട കയറണോ. എനിക്ക് വയ്യടാ, കാര്യം പറയില്ല, പലഹാരക്കട കയറാൻ വയ്യ. കൊള്ളാം കേട്ടോ, കാര്യം പറയല്ലേ. എല്ലാവന്മാരും നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പഴയതുപോലെ വച്ചിരുന്നാൽ മതിയായിരുന്നു, അതിൽ കയറി പിടിക്കേണ്ടായിരുന്നു. അത് മാത്രമേ ഒരു വിഷമമുള്ളൂ. ഇതാ കണ്ട കിട്ടില്ല ഒരു വൈബ് സാധനം, അത്ര ഇനി പറയുള്ളൂ. ഇനി അപ്പോൾ എന്തിനു ഉള്ളൊരു പറയാൻ ഇനി ഓക്കെ. അവിടെ തെറിച്ച് വരുന്നേ കൊള്ളായിരുന്നു. ഞാൻ തെറിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. വണ്ടി ഇടിച്ച് പയ്യനെ തെറിപ്പിക്കാൻ. എങ്കിൽ അവിടെ പോകണം. ചാടി പറന്ന് പോണ സമയത്തൊരു മനസ്സിലായില്ല. അങ്ങനെയൊക്കെ നോക്കിയിട്ട് തെറിക്കാൻ നോക്കായിരുന്നു. മെക്ലാരിൻ്റെ അവസ്ഥ കണ്ടാടാ. മെക്ലാരി നശിച്ചടാ. എൻ്റെ പൊന്നോ, മെക്ലാരിനെ അങ്ങ് കൊന്ന്. എടാ ഡിഫറൻസ് ഇപ്പം കാണിച്ചു തരാം കേട്ടോ മുത്തേ. എനിക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് എനിക്ക് റോഡ് എവിടെ മച്ചാൻ, ഇതെന്ത് തൊലിപ്പ്. എടാ നമ്മൾ CPM മണ്ണ് കളിച്ചപ്പം ഈ പാലത്തിൽ കൂടെ പോയ ഓർമ്മയുണ്ടാ? ഓർമ്മയില്ലാത്തവന്മാർ ആ വീഡിയോ പോയി നോക്ക്. അന്ന് ഞാൻ ഈ പാലത്തിൻ്റെ താഴെ ഉണ്ടായിരുന്ന നിൽക്കുക. ഇറങ്ങി കാണിച്ചു തരാം. ഇറങ്ങണമെന്നില്ല, ഇത് ഡ്രോൺ കാണിച്ചു തരാം. പാലത്തിൻ്റെ താഴെ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ CPM മണ്ണിലെ വെള്ളം എങ്ങനെയായിരുന്നു? CPM 2 വെള്ളം നോക്ക്. CPM 2 വെള്ളം നോക്ക്. CPM 2 വെള്ളവും CPM 1 വെള്ളവും കൂടെ ഇന്ന് നോക്കിയാൽ മതി. പാലം തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. മനസ്സിലായില്ലേ? CPM 2 ബ്രോ, CPM 2 നേപ്പ
റിവർ CPM ആണ്, ഓൺലി CPM. ഇതാണെന്ന് തോന്നാ, ഇത് തന്നെ സ്ഥലം. എടാ തൊലി ഇടിക്കില്ല. എൻ്റെ വണ്ടി പക്ഷേ ഈ പുതിയതായിട്ട് പോകാനുള്ള സ്ഥലമുണ്ടാ. ടൈം അറ്റാക്കാന്ന് ഞാൻ പോയി നോക്കട്ടെ. അത് ഇതിലല്ല, ബാക്ക് അടിച്ചിട്ട് നോക്കാം. എടാ ബീറ്റ കഴിയണേ, ബീറ്റ പെട്ടെന്ന് കഴിഞ്ഞ് പഴയ ഓൾഡ് ഗ്രാഫിക്സ് തിരിച്ചെത്തണേ. വണ്ടി എന്ത് ക്ലിയറൻസൊക്കെ തോന്നിയാൽ ഈ വണ്ടി മാറ്റണം. എനിക്കിത് ഇങ്ങനെ നശിച്ചു പോകണം. അല്ല, ടൈം അറ്റാ കൂടെ നോക്കിയിട്ട് മാറ്റാം, അതാണ് നല്ല. ആ ടൈം വരെ നോക്കാം. അതിൽ ഭയങ്കര സ്പീഡ് വണ്ടി ഓടിക്കുന്ന സംഭവമാണെങ്കിൽ വല്ല മാറിയാണ് കിടക്കണം. അതിന് ടയർ ടൂറിങ് മാറ്റി സെമി പ്ലിക്ക് ഇന്നോട്ടോ ആയിക്കോട്ടെ. കാര്യം പറയാമല്ലോ, എന്താണെന്നല്ല വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് ചാടിയും പറഞ്ഞു പോയി. ഞാൻ തിരികെ സിംഗിൾ പ്ലെയർ ട്രോപ്പിക്കല്ല, റേസ് ട്രാക്ക് എന്തൊരു സാധനം ഉണ്ടായിരുന്നു. എൻ്റെ ഇതിൽ എന്തൊരു ഒരു സ്പെഷ്യൽ ഓഫർ എനിക്ക് ന്യൂ അപ്ഡേറ്റ്. ഇത് തന്നെ. കാറ്. എടാ കാറ് ലിമിറ്റഡ് ഇവൻ്റ്. എന്തൊരു സാധനം. എടാ എൻ്റെ അടുത്ത് കാറ് വരുമല്ലേ, ഞാൻ നോക്കിയില്ല. എന്തോരം എടാ ഞാൻ എന്ത് മണ്ട. ഞാൻ ഇപ്പോൾ ലൈവ് എൻഡ് ചെയ്താണെന്ന് ഞാൻ മണ്ടൻ തന്നെ. നമ്മൾ ഈ ഒരു ഗെയിം പഠിച്ചൊരു കാർ നോക്കാതെ എടാ ന്യൂ. ഇത് നല്ലതായിരുന്നു ന്യൂ. നമ്മളിങ്ങനെ നിരക്കി ഇറങ്ങിപ്പോട്ടെ. ന്യൂ ആയിട്ട് വന്ന 5 കാർ 9 കളിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം അല്ലേ. 2500 മുത്തൈത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 10,000 എടാ 10,000-ന് ഇതെന്തൊരു സാധനം. എന്തരി ഇത് സൗണ്ട് കുറച്ചിങ്ങനെ കേൾക്കാം. എരപ്പ് വണ്ടിയില. അതെനിക്ക് കൊള്ളാം കേട്ടോ. അതറിയാൻ പറ്റില്ല. ഡബിൾ ചെയ്യാൻ മുത്തേ ഇത് തീ പൊളി സാധനം. പൈസ ഞാൻ എന്ത് ചെയ്യാ. മുത്തേ ബീറ്റ് അപ്ഡേറ്റ് കഴിയുമ്പം ഗെയിമിൻ്റെ ഗ്രാഫിക്സും ക്യാരക്ടർ ഗ്രാഫിക്സും മാത്രം. അത് വേറെ ഒന്നും എല്ലാം സെറ്റാണ്. വേറെ എല്ലാം തീയാണ്. അത് മാത്രം ശരിയാവണമെങ്കിൽ നമ്മൾ കോയിൻ ശേഖരിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഈ കാർ എടുക്കാം. ആ കാറിന് ഇതെടുക്കാം. ആ പൈസയ്ക്ക് ഇതെടുക്കാം. ആ കോയിൻ ഇതെടുക്കാം. അത്രയും ഇഷ്ടപ്പെട്ടു. ഈ സാധനം ഇതെൻ്റെ വേറെ കളറ്. ഇതും കൊള്ളാം, പക്ഷേ പൈസ അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റിൽ ടു ഗുഡ്, നൈസ്, കൊള്ളാം. എനിക്ക് എന്തായാലും ഇത് പൊളപ്പിച്ചോളാം. ഗ്രാഫിക്സ് കാറെല്ലാം ഡബിളിടാം. ക്യാരക്ടർ മാത്രം ഒറ്റ മാത്രം ഓക്കെ, എല്ലാം ഓക്കെ. ഇതിനാണെന്നാണ് ഉമ്മാരി ഇങ്ങനെ ചെയ്താൽ. പ്രോപ്പർട്ടിയിൽ പുതിയ വീട് വല്ലതും വന്നാൽ ട്രോപ്പിക്ക് വീട് അല്ല, ട്രോപ്പിക്കിലൂടെ ഒരു വീടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ. സത്യമായിരുന്നു, ആ ട്രോപ്പിക്ക് ഒരു വീടുണ്ടായിരുന്നേ. എടാ ഈ റേസ് ട്രാക്ക് ലിമിറ്റഡ് ഇവൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചായിരുന്നു നേരത്തെ. റേസിംഗ് മോഡ്സിലാണ്, ട്രാക്ക് റേസാണ്. ട്രാക്ക് റേസിൽ എന്തൊരു വ്യത്യാസം. GTR കറണ്ട് കാർ ചേഞ്ച് കാർ ക്ലാസ് U. എന്താണെന്ന് കാർ ക്ലാസ് U എന്നാ എന്ത് ട്രാക്ക് റേസ്. കറണ്ട് കാർ ചേഞ്ച് കാർ ക്ലാസ് U എന്നാ മുറ്റാന്തിരി കാണിച്ചാൽ നിൽക്കാം. കാർ റിപ്പോർട്ടർ U കാർ എടുക്കട്ട്. അവിടെ കാർ ക്ലാസ് ഏത് കാണിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചില്ല മൈരുന്നോ നോക്കട്ട്. U എന്നല്ലേ ക്ലാസ് U. ന്യൂ കാസിൽ മയില് U എന്ന് പറയുമ്പോൾ ഇതല്ലേ. സൗണ്ട് കേൾക്കാൻ പറ്റുന്ന സാധനം. പഴയ കാർ തന്നെയല്ല, പുതല്ലല്ല. അല്ല F1 കാർ മുത്തേ കൊതി തോന്നണ്ട. F1 കാർ കണ്ട ദൈവമേ, ബീറ്റ് കഴിയുമ്പോൾ നന്നാവണേ. ഇതേത് U ക്ലാസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേ U ക്ലാസ് എന്നൊക്കെ പറയണ കേട്ടായിരുന്നു. പാർക്കിങ്ങിൽ എനിക്ക് ആ ഒരു ഇത് പോട്ടെ. ഇവിടെ റേസ് ട്രാക്കല്ലേ,
ഇത് തന്നെ റേസ് ട്രാക്ക്. നമ്മൾ ഇവിടെ എന്തെങ്കിലും സാധനം പുതിയ കാണിച്ചായിരുന്നു, അതുകൊണ്ടാണ്. ഇവിടെ എന്തെങ്കിലും ന്യൂ എന്ന് പറഞ്ഞ സാധനം. ഇത് തന്നെ. നേരെ പോകുമ്പോൾ എന്തൊരു VSC എടാ ഗ്രാഫിക്സ് ഇത് എന്ത് മുടിയലെ തലവരെ മുടിയ എന്തൊരു സാധനം. എടാ എന്തിനടാ ഇടിക്കണ നായ്ക്കളെ. ഇതെന്തൊരു സാധനോടാ. ഞാൻ കയറി നോട്ടെ. ഇതുവരെ എന്തിനായിരുന്നത്? ഞാൻ ഒന്നും ചെയ്യില്ല. എന്ത് സംഭവം? ഞാൻ എന്ത് ചെയ്യണം? തൊലി. എടാ വണ്ടി വളഞ്ഞു പോണ അണ്ടി. എടാ വണ്ടി വളഞ്ഞു പോണ്ടാ നായി. ഇതെന്തിനു ഞാൻ ചെയ്യണ്ട? എടാ ഇത് ഭയങ്കര പാട് കേട്ടോ. ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇത്രയും സ്മൂത്ത്നെസ് അൾട്രേറ്റാനും കളിച്ചാലേ അൾട്രേറ്റാസിലോ പോകണം കൂടെ മുത്തേ ഉള്ള പറയാല്ലേ. ഈ വണ്ടി ഇത് പാടറ തൊലിക്ക്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതിപ്പോൾ എന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കണം? എന്തോ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. എന്തോ ചെയ്തുകൊണ്ടിരിക്കണം. താഴെ എന്തൊരു ആരോ കാണല്ലേ. ആരോ കാണണം. പിന്നെ മറ്റേ ലൊക്കേഷൻ്റെ ഒരു ബട്ടണിൽ തുടങ്ങുമ്പോൾ നമ്മൾ പച്ച മാറ്റി മഞ്ഞായി കേട്ടോ. നമ്മൾ താഴെ മഞ്ഞ കാണിക്കും. നേരത്തെ മഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഇത് ഉള്ള പറയാം. ഇത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് 4 ഇട്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു പോലെ ആദ്യം പറഞ്ഞായിരുന്നു. എടാ ഒന്നും തൊടാൻ പറ്റണല്ലോ ഇത്. വണ്ടിയുടെ ബേക്ക ഞാണിങ്ങി. ചുമ്മാ അല്ല മെക്ലാരി നേരത്തെ ഇതിനു മാത്രം കിടന്നങ്ങ് ഒരു പരുവായിപ്പോൾ അല്ലേ. നമ്മൾ നേരത്തെ മെക്ലാരി എന്തോരം ഒരു ലൊട്ടയായി. നേരത്തെ നമ്മൾ വണ്ടി ഓടിച്ചു വന്നപ്പോൾ എടാ എന്ത് തീരാത്ത. ഞാൻ എന്ത് ചെയ്യണം? അതായത് വണ്ടി ഓടിച്ച് പോയിക്കോണ്ടിരിക്കണം. വണ്ടി ഓടിച്ചു എത്താറായി. ഞാൻ ഇപ്പം എന്ത് ഉണ്ടായി എന്തിനാ അത്ര 3:23:90. ഇതെന്തൊരു സാധനം? എന്തൊരു സംഭവിച്ചാ? ടൈം അറ്റാക്ക. എടാ ഈ മയിലെന്താന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും എഴുതി വെച്ചു. ഇൻഫോയിൽ പോയിക്കോട്ടെ. ഇൻഫോ അല്ല. ഇൻഫോ എൻ്റെ ഫോണിൻ്റെ വർഷം കാണിക്കണല്ലേ. വല്ല ലീക്ക് ആവാനുണ്ടോ ഇനി? ഇതിലൊക്കെ എന്താ ലീക്ക് ആവാൻ? നോ ഇൻ ലിമിറ്റഡ് ഇവൻറ്റ് ന്യൂ ലൊക്കേഷൻ. ഗെയിം ഒപ്റ്റിമൈസേഷൻ, ജനറൽ ബഗ് ഫിക്സിങ്, കാർ ആൻഡ് സൗണ്ട് ഫിക്സ്. ഗെയിം ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടാണെന്നോ ഗ്രാഫിക്സ് ഊമ്പിച്ച. റേസിംഗ് മോഡ്, NPC, അതൊക്കെ ക്യാരക്ടർ ബോഡി പാർട്ട് നോട്ട് റെൻഡറിങ് ഇഷ്യൂ ഫിക്സ്ഡ്. അതൊക്കെ ഓക്കെ. ഫീച്ചർ റീവർക്ക്, സൈൻ ഇൻ പൊസിഷൻ നീഡഡ്. റേസിംഗ് മോഡ്, ക്യാമറ അപ്ഡേറ്റ്, ഡ്രാഗ് ഡോൾ പ്ലെയർ ഫോർ ദ കാർ ഇൻ ഹൈ സ്പീഡ്. അത് നേരത്തെ കണ്ട. നോ ഹാം. ഇല്ല ഒരു ഓക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീൽ ബ്ലർ ദ ഡ്രിംസ് നൗ ബ്ലർ അറ്റ് ഹൈ സ്പീഡ്, ഹൈ ഗ്രാഫിക്സ്, ഹൈ ടൈം അറ്റാക്ക് ഇവൻ്റ്. സിൽവർ സ്റ്റോൺ റേസിംഗ് ഷോ ദ ഫാസ്റ്റസ്റ്റ് ലാപ്പ് ടൈം ആൻഡ് ക്ലെയിം എ ലിമിറ്റഡ് റിവാർഡ്. റീവർക്ക്ഡ് ഫൈൻ. എടാ എന്താ ലിമിറ്റഡ് ഇവൻ്റ് എന്ന് കാണിക്കണ്ട. ഈ കാറ് കിട്ടുമോ? ഒരു മഞ്ഞ കാർ താഴെ കാണിക്കണത് കിട്ടുമോ?
കാർ സെല്ലിങ് ന്യൂ അപ്ഡേറ്റിൽ എവിടെയാണ് ആ കാറ് കാണിക്കേണ്ട സാധനം ഉണ്ടായിരുന്നല്ലോ മയില്. കാറ് കാണിക്കണ കുണ്ണ ഇല്ല ഇവിടെ. ആ കാർ എങ്ങനെ കിട്ടും? ട്രാക്ക് റേസിങ്ങിൻ്റെ തരി അല്ല അരി. ഗ്രാഫിക്സൊക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ. എടാ അതെന്നാലും എന്തായിരിക്കും എടാ ആ ഒരു കാർ അൺലിമിറ്റഡ് സാധനം അതെവിടെ കിട്ടും? കാർസിൽ ഇവൻ്റെ കാർസിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല ഇവിടെ കാണിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ വരെ ഇട്ട് വെച്ചേക്കുമല്ലോ. ഓ F1 കാർ കാണുമ്പോൾ തന്നെ കൊതിയാവും, കാര്യം പറഞ്ഞല്ലോ. എൻ്റെ ലൊട്ട നേരെ കാണും. ഓ ഇത് പൊന്നെ. ഇതിൻ്റെ സൗണ്ട് നോക്കട്ട്. കൊള്ളാം. എടാ ഒരു കാറിൻ്റെ സാധനം എന്തിനാ കാണിച്ചെങ്കിൽ അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ല മുത്തേ. ബാക്കി നമുക്കിനി അടുത്ത ബീറ്റ കഴിയുമ്പോൾ ഇനി എങ്ങനെയാണ് നോക്കാം. ലൊട്ട ആവാതിരുന്നാൽ മതി. ആവാതിരിക്കും, ലൊട്ട ആവൂല, എനിക്ക് വിശ്വാസമുണ്ട്.